എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഹിമാചൽ പ്രദേശിലെ ഒരു കൾച്ചർ ആൻഡ് ഫോക്ക് ആർട്ടിൻ്റെ മ്യൂസിയം. ഇത് മനാലിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയമാണ്. ഇവിടെ എൻട്രി ഫീ ആയിട്ട് ഇവർ 30 റുപ്പീസാണ് പെർ പേഴ്സൺ വാങ്ങുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത്, എൻട്രിയിൽ കാണുന്നത് വാളും പരിചയം അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പണ്ടത്തെ കാലത്തെ കവാടം അത് അതേപടി റിസ്റ്റോർ ചെയ്ത് ഇവിടെ വെച്ചിട്ട് അത് ചില്ലിട്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് കിടക്കാൻ തൽക്കാലം ആ ഒരു സൈഡിൽ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്ത് വന്നിരുന്ന ചെറിയ ചെറിയ പാത്രങ്ങളും കാര്യങ്ങളും ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ സ്റ്റോറേജ് ആയിട്ടുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പലതും ജ്വല്ലറി ബോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ. ഇതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഹാൻഡിക്രാഫ്റ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ എക്സിബിഷൻ ഇവിടെ നോർത്ത് നിന്നൊക്കെ വരുമ്പോൾ അവർ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പോലത്തെ തന്നെ ചില സാധനങ്ങൾ ഇവിടെ കണ്ടു. പിന്നെ ഇങ്ങേ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ബോക്സസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലെ മസാലപ്പൊടി മറ്റു കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുന്നു. പിന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് കുറച്ച് ജ്വല്ലറി ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ തന്നെ ഒരുവിധം സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർണമെൻറ്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വാദ്യോപകരണങ്ങളുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രിങ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൂടുതലും വെച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അപ്പുറത്ത് വേറെ ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോൾ ഇവിടെ കുറച്ച് ബ്രാസിൻ്റെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ തൊട്ടപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പലതരം ഫോക്ക് മാസ്കുകൾ വെച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ട്രംപറ്റ് എന്നൊക്കെ പറയണ മുഴക്കുന്ന അങ്ങനത്തെ വലിയ ട്രംപറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഈ ഒരു സൈഡിൽ നിന്ന് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ഡിസ്പ്ലേക്ക് കുറച്ച് കോയിൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് സെഞ്ച്വറീസിൽ ഉള്ള കുറച്ച് കോയിൻസ്, പിന്നെ സെക്കൻഡ് ജനറേഷനിലേക്ക് കിടക്കുമ്പോൾ അത് വേറെ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ ഇവിടെ കുറച്ച് ഓർണമെൻറ്റ്സ് വേറെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നു. പിന്നെ അതായത് ഒരു സാമ്പിൾ പോലെ ഒരു കിച്ചൺ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ട്. എല്ലാനും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചില്ലിട്ട് ഒരു റൂമാക്കിയിട്ട് അത് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഇവരുടെ ഒരു ആൻഷ്യൻ്റ് വീട് അത് അഴിച്ചിട്ടുള്ളതിൻ്റെ പല കഴുക്കോലുകളും പിന്നെ പണ്ടത്തെ കുറേ ബോക്സുകളും സ്റ്റോർ ചെയ്യുന്ന ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് അതിനും ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ആർക്കിടെക്ചർ കാണിക്കാനായിട്ടുള്ള കുറച്ച് ഡിസ്പ്ലേസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഓരോ ആർക്കിടെക്ചർ എന്ന് ഇവിടെ കാണാം. വേരിയസ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് അവർ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിബറ്റൻ ആർക്കിടെക്ചറും ഹിമാലയാസിലുള്ള കൺസ്ട്രക്ഷൻ രീതികളും ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏത് കാലഘട്ടത്തിലാണെന്നും ഏതൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയേക്കുന്ന ബിൽഡിങ്സ് ഒക്കെയാണ് ഇങ്ങനത്തെ എന്നുള്ളതൊക്കെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കാണുന്നതൊരു നല്ലൊരു ഫീൽ തന്നെയാണ്. ആർക്കിടെക്ചർ ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ നല്ല നല്ല എന്താ പറയുക പഴയ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഇവർ ഭംഗിയായിട്ട് ചെയ്ത് ഇതൊക്കെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട് വിത്ത് ഡീറ്റെയിൽസ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. പലതും വെറുതെ ഉണ്ടാക്കി വെച്ചേക്കാൻ മാത്രമല്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതും ചിലതിനൊക്കെ 2 ലാംഗ്വേജ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടോ പണ്ടത്തെ നമുക്ക് കാണുന്ന സാധനങ്ങളൊക്കെയാണ്, പണ്ടത്തെ കാലത്തെ ത്രാസും കാര്യങ്ങളൊക്കെയാണ്. അതെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അതേ മറ്റേ പണ്ടത്തെ ചക്ര ഒന്നും വലിയ ഒരു എന്താ പറയുക ഇതെന്ന് പറയാനില്ല. പക്ഷെ ഇതൊക്കെ അവർ കളക്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഹെറിറ്റേജ് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക നീറ്റായിട്ട് തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൾച്ചറും ഹെറിറ്റേജും ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സംഗതികളും അവർ വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് തരം തിരിച്ച് വെക്കുകയും അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. സിമ്പിളായിട്ടുള്ളൊരു മ്യൂസിയം തന്നെയാണ്. വലിയ എന്താ പറയുക എവിടെയും കാണാത്ത സാധനങ്ങളൊന്നും പറയാനില്ല. പക്ഷെ എല്ലാനും
നീറ്റ്ലി ഓർഗനൈസ്ഡും വെൽ മെയിൻറ്റെയിൻഡും ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡ് കണ്ടോ, ഇത് ഫുള്ള് ഡ്രസ്സിൻ്റെ സെക്ഷൻ. ഇവിടെ ഇവരുടെ എന്താ പറയുക, ഇവരുടെ കൾച്ചറലായിട്ടുള്ള ഡ്രസ്സസ്, ഇതേ പണ്ടത്തെ കാലത്തെ ചെരുപ്പുകൾ, അതെല്ലാനും ഇങ്ങനെ ഓരോന്നും സെക്ഷൻ വൈസ് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു മോഡല് അതെങ്ങനെയാണ് പണ്ട് ധരിച്ചിരുന്നതെന്നുള്ള വിധം കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏരിയ ഉണ്ട്, ഇതൊരു പ്രത്യേകമായിട്ട് കേട്ടോ. ഇത് വെള്ളം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പണ്ടത്തെ തരം ഒരു മില്ലിൻ്റെ സംഗതിയാണ്. ഇതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതൊരു യുണീക്കായിട്ടുള്ളൊരു സംഗതി തോന്നി. അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി സൈഡിൽ കണ്ടോ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചാണ് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് വെള്ളത്തിൻ്റെ ഭാഗത്ത് ആ ചക്രം കറങ്ങുകയും അതുകൊണ്ട് ആ ഉള്ള എനർജി വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അത് കാണിക്കാനായിട്ടുള്ള ആ ഒരു ഇതും കൂടിയും വെച്ചിട്ടുണ്ട്, വെറുതെ എഴുതി വെച്ചേക്കാൻ മാത്രമല്ല. ആണ് എനിക്കിവിടെ വന്നപ്പോൾ ഇഷ്ടമായത്. വളരെയധികം ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നതിന് ഓരോ സെപ്പറേറ്റ് റാക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ എല്ലാം കൂടി ഒരു സെക്ഷൻ ആയിട്ടല്ല. ആ സെക്ഷനിൽ തന്നെയും പിന്നെയും എന്താ പറയുക സബ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പല മ്യൂസിയങ്ങളിലും പലതും നമ്മൾ കാണും, പക്ഷെ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കാണുന്നത് കുറവാണ്, അതും വിത്ത് ഡീറ്റെയിൽസ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മ്യൂസിയം മസ്റ്റ് വിസിറ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതൊരു വളരെ നല്ല അനുഭവമാണ്. ഇവിടുത്തെ കൾച്ചർ ഫുള്ളായിട്ട് കാണാൻ പറ്റിയ ഒരൊറ്റ ഒരു പ്ലേസിൽ തന്നെ ഒരു വിധപ്പെട്ട എല്ലാ സംഗതികളും കാണാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു മ്യൂസിയം. ഒരുപാട് വലുപ്പമുള്ള മ്യൂസിയം എന്നല്ല, ചെറിയൊരു മ്യൂസിയമാണ്. നിങ്ങൾക്കൊരു 10-15 കൂടിപ്പോയ ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടും വായിച്ചൊക്കെ തീർക്കാവുന്ന ഒരു മ്യൂസിയം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടം വരെ മനാലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന ഫേമസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ടെമ്പിൾസും ഒക്കെ കണ്ടു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് എന്തായാലും ഇങ്ങനത്തെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ സാധനങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. ഇതൊക്കെ കണ്ടോ, ഇത് മാസ്കുകളാണ്, പക്ഷെ അതൊരു ഫോക്ക് ട്രഡീഷൻ കാണിക്കുന്ന നല്ല എന്താ പറയുക യുണീക്കായിട്ടുള്ള മാസ്കുകളാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പല കാലഘട്ടത്തെയും അവർ എടുത്തെടുത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ മാസ്ക് ഉണ്ട് കേട്ടോ, 1-2 എണ്ണം മാത്രമല്ല, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഓരോന്നിനും ഓരോ ശൈലിയാണ്. അതിൻ്റെ ഷേപ്പും യൂസ് ചെയ്തേക്കണ മെറ്റീരിയൽസും ഡിഫറെൻ്റാണ്. ചിലത് വുഡനാണ്, ചിലത് മെറ്റാലിക് ആണ്. അതിൻ്റെ സൈസസും ഷേപ്പും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. ഞാൻ മറ്റെല്ലാം ഓടിച്ചിട്ട് കാണിച്ച പോലെ ഇങ്ങനെ ഓടിച്ചു പോകാൻ തോന്നിയില്ല. ഇത് വളരെ ഭംഗിയായിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നി. പിന്നെ ഡെയിലി യൂസിൻ്റെ സാധനങ്ങൾ വരെ നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. യുണീക്നെസ് മാത്രമല്ല, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ ചെറിയ ചെറിയ ഇവരുടെ സ്കൾപ്ചേഴ്സും കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. നല്ല ഭംഗിയായിട്ട് അവരത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ പ്രോമിനൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഓരോന്നും വെച്ചിട്ടുണ്ട്. പല സാധനങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കാണാത്ത, എവിടെയും കാണാത്ത അത്ര യൂണീക്ക് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എല്ലാവരും ആ കാലഘട്ടത്തിന് യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ വെർത്ത് സീയിങ് ആണ്. ഇപ്പോൾ മറ്റൊരു വീഡിയോയിലായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.